അപ്പൊ തന്നെ ഒരു 40 മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടില്ലേ? കറണ്ട് അഫെയർ എൻട്രിയിൽ തന്നെ കറണ്ട് അഫെയർ ലൈവ് സീരീസുകൾ, ഡെയിലി കറണ്ട് അഫെയർ ഒക്കെ ഉണ്ട്. അപ്പൊ ഡെയിലി കറണ്ട് അഫെയർ ഒക്കെ നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് സ്കോർ ചെയ്യാം. ഈ ലോകം എപ്പോഴും വിജയിക്കുന്നവരോടൊപ്പമാണ്. പ്രതീക്ഷകൾ കൈവിടാതെ, പരാജയങ്ങളിലൊന്നും തളർന്നു പോകാതെ, നമുക്ക് വേണ്ടി നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി സ്ഥിരമായി പ്രയത്നിക്കുന്ന, ഓടിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ലോകം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയുടെയും ജീവിതവും ഇതുപോലെ തന്നെയായിരിക്കും. നല്ലൊരു ജോലിയിലേക്ക് എത്തുക, ഒരു അഡ്വൈസ് കയ്യിൽ കിട്ടുക, അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ കിട്ടുക, ഒരു സർവീസിലേക്ക് കടക്കുക, അല്ലെ, സർവീസ് ആനുകൂല്യങ്ങൾ നേടുക, ഇതൊക്കെ ഒരു ശരാശരി ഉദ്യോഗാർത്ഥിയുടെ അഭിലാഷങ്ങളാണ്, സ്വപ്നങ്ങളാണ്. ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പരിശ്രമങ്ങളെ, നിങ്ങളുടെ പ്രതീക്ഷകളെ ഒന്നും ഒരിക്കലും കൈവിടരുത്. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ പ്രതീക്ഷകൾ വിജയം കാണും, അത് തീർച്ചയാണ്. അങ്ങനെ വിജയം കാണാൻ അല്ലെങ്കിൽ ആ വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പോസ്റ്റിന്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം, എൻട്രിയിലേക്ക് സ്വാഗതം. കമ്പനി ബോർഡ് LGS അല്ലേ? കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒറ്റ പോസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ ഏകദേശം 90% PSC ഉദ്യോഗാർത്ഥികളും അതിലേക്ക് ഉറ്റുനോക്കും. അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു ജനപ്രീതി ആ ഒരു പോസ്റ്റിന് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് കമ്പനി ബോർഡ് LGSനെ ആളുകൾ ഇത്രത്തോളം നോക്കിക്കാണുന്നത് എന്ന് നോക്കാം, അല്ലെ? എന്തുകൊണ്ട് കമ്പനി ബോർഡ് LGS? നമ്മൾ കമ്പനി ബോർഡ് LGS അതേപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവറേജ് PSC ഉദ്യോഗാർത്ഥിയുടെ വളരെയധികം വലിയ സ്വപ്നമാണ് ആ പോസ്റ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 2 റീസൺസ് നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന്, LGS എന്ന് പറയുന്ന പോസ്റ്റ് നമുക്കറിയാം ഡിഗ്രി ഹോൾഡേഴ്സിന് എഴുതാൻ കഴിയാത്ത ഒരു പോസ്റ്റാണ് LGS എന്ന് പറയുന്നത്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ നമ്മൾ നടക്കുന്ന LGS പോസ്റ്റുകൾ. പക്ഷേ കമ്പനി ബോർഡ് LGSന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഡിഗ്രി ഹോൾഡേഴ്സിന് എഴുതാമെന്നുള്ളതാണ്. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് എഴുതാൻ കഴിയുന്ന ഒരു LGS പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഒന്നാമത്തെ മേന്മ അതാണ്. അതായത് ഒരുപാട് ആപ്ലിക്കൻസ് വരും, ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാനായിട്ട് സാധിക്കും, അല്ലെ? ഡിഗ്രി ഉള്ളവർ, കുറെ അധികം ഉദ്യോഗാർത്ഥികൾ ഡിഗ്രി ഉള്ളവരുണ്ട്. അപ്പൊ നിങ്ങൾക്കും എഴുതാൻ സാധിക്കും. ഒന്നാമത്തെ പ്രത്യേകത അത് തന്നെയാണ്. രണ്ടാമത്തെ പ്രത്യേകത, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് PSCക്ക് പഠിക്കുന്നത്? നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വളരെയധികം വർഷങ്ങളായിട്ട് വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ച് നമ്മൾ പഠിക്കുകയാണ്. എന്തിനു വേണ്ടി? ജോലി കിട്ടാൻ വേണ്ടി. ഒരു ലിസ്റ്റിൽ വന്നാൽ ആ ലിസ്റ്റിൽ നിന്ന് നിയമനം നമുക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പൊ അതിനൊരു എളുപ്പ വഴി കമ്പനി ബോർഡ് LGS തന്നെയാണ്. ലിസ്റ്റിൽ നമ്മൾ വന്നിട്ടുണ്ടോ നമുക്ക് ജോലി ഉറപ്പാണ്. ആ തരത്തിലുള്ള ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 പ്രത്യേകതകളാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഉദ്യോഗാർത്ഥിയെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പ്രാപ്തനാക്കുന്നത് അല്ലെങ്കിൽ താല്പര്യപ്പെടുത്തുന്നത്. 1 എന്ന് പറയുന്നത് ഡിഗ്രി ഹോൾഡേഴ്സിന് എഴുതാം. 2 എന്ന് പറയുന്നത് ഏറ്റവും അധികം PSCയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്ന ഒരു LGS പോസ്റ്റാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് വൈ കമ്പനി ബോർഡ് LGS എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇതാണ്, അല്ലെ? നമുക്കിനി എന്ത് വേണം? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന 2 കാര്യങ്ങൾ, പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളതും ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടുക എന്നുള്ളതും. നമ്മളിപ്പോ നിങ്ങളിൽ പലരും പല ലിസ്റ്റുകളിലും ഉൾപ്പെട്ടിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരൊക്കെ ചോദിക്കുമ്പോൾ കാലങ്ങളായില്ലേ PSC പഠിക്കുന്നു, ഒരുപാട് വർഷമായില്ലേ PSC പഠിക്കുന്നു, ഇതുവരെ ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഞാൻ ആ ലിസ്റ്റിലുണ്ട്, ഞാൻ ഈ ലിസ്റ്റിലുണ്ട്, എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടും. നമ്മുടെ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകൾക്കൊത്ത് എത്താനും സാധിക്കുന്നവരുണ്ട്. പക്ഷേ പലവിധ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ റാങ്ക് പിന്നിലായി പോവുകയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ എത്താതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ഈ പറയുന്ന നിയമനം എന്നുള്ളതിന് തടസ്സങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രശ്നവും കമ്പനി ബോർഡ് LGSനെ സംബന്ധിച്ച് വരുന്നില്ല. അപ്പൊ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിലവന്റ് ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവണം, അല്ലെ? 1 എന്ന് പറയുന്നത് ഈ പോസ്റ്റിന്റെ പേര് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, അതായത് LGS എന്നുള്ളത് തന്നെയാണ് ഈ പോസ്റ്റിന്റെ പേര് എന്ന് പറയുന്നത്. വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ബോർഡ്, അതായത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ വരുന്ന കുറച്ചധികം കമ്പനികളുണ്ട്. നമ്മുടെ KSEB, KSRTC, അതുപോലെ തന്നെ KMML, അതുപോലെ തന്നെ അങ്ങനെയുള്ള മെറ്റൽസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ്, കെൽട്രോൺ, ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനി ബോർഡുകൾ നമ്മുടെ ഗവൺമെന്റിന്റെ അതോറിറ്റിയിലുണ്ട്, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുണ്ട്. ഇവിടേക്കുള്ള LGS തസ്തികയാണ്
കമ്പനി ബോർഡ് LGS ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് തസ്തികയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജോലി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലാസ്റ്റ് ഇപ്പം നിങ്ങൾ സംശയിക്കും, എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇത്രയധികം നിയമനം നടക്കും, പരീക്ഷയിൽ അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്നാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും. അതിനൊരു തെളിവ് വേണ്ടേ? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ശരാശരി ആളുടെ മനസ്സ് പറയുന്നത് ഇതിനൊക്കെ തെളിവ് എവിടെ എന്നുള്ളതാണ്. കൃത്യമായിട്ട് അതിനൊക്കെ തെളിവുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു ഡിഗ്രിക്കാർക്ക് എഴുതാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് അല്ലേ? ഡിഗ്രിക്കാർക്ക് എഴുതാൻ കഴിയുന്ന പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ യോഗ്യത എന്താണ്? ശരിക്കും ആക്ച്വൽ യോഗ്യത എന്താണെന്ന് നിങ്ങൾ ആലോചിക്കും. എടാ, കമ്പനി ബോർഡ് LGSന്റെ യോഗ്യത എന്ന് പറയുന്നത്, ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7ാം ക്ലാസ് ആണ്. നിങ്ങൾ 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGSന് അപേക്ഷിക്കാം. അപ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് വരെ അപേക്ഷിക്കാം. അതായത് ഒരുപാട് അപേക്ഷകര്, ലക്ഷക്കണക്കിന് അപേക്ഷകര് ഈ ഒരു പോസ്റ്റിന് വേണ്ടി ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അതായത് മത്സരം കുറെ കൂടി കടുപ്പമാണ് അല്ലെങ്കിൽ കാഠിന്യമേറിയതാണ് എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ എന്നാൽ പോലും ആ റിലേയിൽ, ആ ഓട്ട മത്സരത്തിൽ ഓടി എത്തുന്നവർക്ക് എന്താ, കപ്പടിക്കാൻ ഉറപ്പായിട്ടും പറ്റും. അതും 1-2 ആളുകൾക്കല്ല, ധാരാളം ആളുകൾക്ക് എന്നൊരു ബെനിഫിറ്റ് ഈ ഒരു പോസ്റ്റിനുണ്ട്. അപ്പൊ 7ാം ക്ലാസ് മുതൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് വരെ എഴുതാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ 18-നും 36-നും ഇടയിലായിരിക്കണം ആപ്ലിക്കൻസിന്റെ പ്രായം എന്ന് പറയുന്നത്. മുൻപുണ്ടായിരുന്ന നിയമനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ മുൻ വർഷത്തെ നിയമനം, ഇതിനു മുൻപ് എപ്പോഴാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്, റാങ്ക് ലിസ്റ്റ് വന്നത്, എത്ര പേർക്ക് ജോലി കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാ അല്ലേ? പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല കമ്പനി ബോർഡ് LGSൻ്റെത്. നമ്മൾ നവംബർ മാസത്തിലൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. ഉടൻ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. അതിനും കാരണമുണ്ട്, അത് പറയാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് 15/12/2021 4 വർഷം മുമ്പാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതനുസരിച്ച് പരീക്ഷയും അതിൻ്റെ വെരിഫിക്കേഷനും പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റ് വന്നത് 2024 2024 ജനുവരി 12 കമ്പനി ബോർഡ് LGSന്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. അതായത് ഏകദേശം 1.5 വർഷത്തോളമായി ഇപ്പോഴും ആ റാങ്ക് ലിസ്റ്റ് റണ്ണിങ് ആണ്. നമുക്കറിയാലോ, ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. അപ്പൊ 2024 വന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് എപ്പോ വരെ കാണും? 2027 ജനുവരി വരെ കാണും. അതായത് 1.5 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി ഒരു 1.5 വർഷം കൂടി നമുക്കുണ്ട്. നമുക്കറിയാം, നമ്മുടെ PSC വളരെ അപ്ഡേറ്റഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ തൊട്ട് പിറ്റേ ദിവസം തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം എന്നൊരു നിബന്ധന ഇപ്പൊ PSCക്കുണ്ട്. അത് കൃത്യമായിട്ട് ഇപ്പൊ പാലിച്ചു പോകുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ 2027 ജനുവരിയിൽ ഈ ഓൾറെഡി ഉള്ള കമ്പനി ബോർഡ് LGS റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. അത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ 2026 പരീക്ഷ നടക്കണം അല്ലേ? 2027 പുതിയ ലിസ്റ്റ് വരണമെങ്കിൽ 2026 പരീക്ഷ നടക്കണം. ആ പരീക്ഷ നടക്കണമെങ്കിൽ ഇപ്പൊ 2025 ഒക്ടോബറിൽ എത്തി നിൽക്കുന്നു നമ്മൾ. ഇനി 2 മാസങ്ങളൂടെ ഉള്ളൂ ഈ വർഷം അവസാനിക്കാൻ. അപ്പൊ ഈ വർഷം അവസാനം നവംബറിലോ ഡിസംബറിലോ നോട്ടിഫിക്കേഷൻ വരണം. അത് നവംബറിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ ഉടനെ വരും എന്ന് പറയുന്നത് എന്നുള്ളതിന്റെ കാരണം ഇതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫൈനൽ റാങ്ക് ലിസ്റ്റ്. നമ്മൾ പറഞ്ഞു 24 റാങ്ക് ലിസ്റ്റ് വന്നു. എത്ര പേര് ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു? 3712 പേരാണ് കഴിഞ്ഞ കമ്പനി ബോർഡ് LGSന്റെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 3712 പേര്. ഇനി ആ 3712 പേരിൽ എത്ര പേർക്ക് ജോലി കിട്ടി? അതാണ് നമുക്കറിയേണ്ടത്. PSCയുടെ വെബ്സൈറ്റിൽ പറയുന്ന കണക്കുകൾ പ്രകാരം 2426 പേർക്ക്, 3712 പേരുടെ ലിസ്റ്റ്, അതിൽ നിന്നും 2426 പേർക്ക്, അതായത് ഏകദേശം 60-70% ആളുകൾക്കും അഡ്വൈസ് പോയിട്ടുണ്ട്, ജോലി ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അഡ്വൈസ് പോയിരിക്കുന്നത് 23/9/2025 അതായത് കഴിഞ്ഞ മാസമാണ് ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, അഡ്വൈസ് പോയിട്ടുള്ളത്. 2426 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരുടെ എണ്ണത്തിന്റെ ഒരു 60%-ലധികം പേർക്ക് എന്ത് പോയിട്ടുണ്ട്? അഡ്വൈസ് പോയിട്ടുണ്ട്. ലിസ്റ്റ് വന്നിട്ട് എത്ര നാളെ ആയിട്ടുള്ളൂ? 1.5 വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇനിയുള്ള 1.5 വർഷം കൊണ്ട് ഈ ലിസ്റ്റിൽ ബാക്കിയുള്ളവർക്കും അഡ്വൈസ് പോകും എന്നുള്ളത്
തീർച്ചയാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കമ്പനി ബോർഡ് LGSന് വേണ്ടി പഠിക്കൂ, നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്, അടുത്ത 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ സർക്കാർ സർവീസിൽ കയറിയിരിക്കും എന്ന് ഇത്ര ഉറപ്പോട് കൂടിയിട്ട് പറയുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ലിസ്റ്റ് വന്ന് 1.5 വർഷങ്ങൾ പിന്നിടുമ്പോൾ, 1.5 വർഷത്തിനിപ്പുറം നിൽക്കുമ്പോൾ 60%-ലധികം പേർക്കും ജോലി ലഭിച്ചിട്ടുള്ള ഒരു പോസ്റ്റ്, അതാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ധാരണയായിട്ടുണ്ട്. അത് പഠിക്കണമെന്ന് നിങ്ങൾക്കറിയാം. ഇനി എന്ത് പഠിക്കണം അല്ലെ? കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കണം, അതിനൊരു സിലബസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു GKയും കറണ്ട് അഫെയറും സയൻസും പബ്ലിക് ഹെൽത്തും മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയും അടങ്ങുന്നതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. 100 മാർക്കിൽ GKയിൽ നിന്നൊരു 40 മാർക്കിന്റെ ചോദ്യങ്ങൾ, ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ, എക്കണോമിക്സും ഒക്കെ, ഭരണഘടനയും ഒക്കെ ഇതിന്റെ ഉള്ളിലാണ് വരുന്നത്. ഇനി കറണ്ട് അഫെയറിൽ നിന്ന് 20 മാർക്കിന്റെ ചോദ്യങ്ങൾ അല്ലെ? ഇന്നത്തെ വാർത്തകളൊക്കെ നമുക്ക് നാളത്തെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ്. അപ്പൊ 20 മാർക്കിന് കറണ്ട് അഫെയർ വരുന്നുണ്ട്. 10 മാർക്കിന് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ അടങ്ങുന്ന സയൻസ് വരുന്നുണ്ട്. 10 മാർക്കിന് പബ്ലിക് ഹെൽത്ത്, പൊതുജനാരോഗ്യം, നമ്മുടെ സർക്കാർ പദ്ധതികൾ അല്ലെ, അതായത് ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ, അതുപോലെ തന്നെ രോഗങ്ങള്, രോഗകാരികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക് ഹെൽത്ത്, പൊതുജനാരോഗ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ 20 മാർക്കിന് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, കണക്കും അതുപോലെ തന്നെ അല്ലെ ഗണിതവും, അടിസ്ഥാന ഗണിതം, അതും വളരെ സാധാരണമായിട്ടുള്ള അടിസ്ഥാന ഗണിതവും അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്, നിരീക്ഷണ പാഠവും ഒക്കെയാണ് നമുക്ക് എന്ത് വേണ്ടത് 20 മാർക്കിനായിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ആ 100 മാർക്കിന്റെ സിലബസ് നമ്മൾ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ 100 മാർക്കിൽ നമുക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിലൊക്കെ കൂടുതൽ ഫോക്കസ് നമുക്ക് കൊടുക്കാം, പബ്ലിക് ഹെൽത്തിലും സയൻസിലും ഒക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കാം. അപ്പൊ തന്നെ ഒരു 40 മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടില്ലേ? കറണ്ട് അഫെയർ ഈസിലി നമുക്കല്ലേ, പത്രവായനയും കറണ്ട് അഫെയർ, ഇപ്പൊ നമുക്ക് എൻട്രിയിൽ തന്നെ കറണ്ട് അഫെയർ ലൈവ് സീരീസുകൾ, ഡെയിലി കറണ്ട് അഫെയർ ഒക്കെ ഉണ്ട്. അപ്പൊ ഡെയിലി കറണ്ട് അഫെയർ ഒക്കെ നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് സ്കോർ ചെയ്യാം. GK എന്ന് പറയുന്നത് 40 മാർക്കിന്, അതിനുള്ളിലാണ് ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും പൊളിറ്റിയും അതുപോലെ തന്നെ എല്ലാം വരുന്നത്. ഭരണഘടന അടക്കമുള്ള എല്ലാ ടോപ്പിക്കുകളും, കേരള നവോത്ഥാനം, ഇതൊക്കെ വരുന്നത് എവിടെയാ? GKക്ക് അകത്താണ്, 40 മാർക്കിനകത്താണ്. അതൊക്കെ ഈസിലി നമുക്ക് സ്കോർ ചെയ്യാം. എങ്ങനെ പോയാലും നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു നല്ല രീതിയിൽ പരിശ്രമിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക്, അടുക്കും ചിട്ടയും കൂടി പോകുന്ന ഒരാൾക്ക്, ചിട്ടയായ രീതിയിൽ ഒരു പഠനം ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും പറ്റും. സോ ഈസിലി നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തപ്പെടാം. അപ്പൊ ഇതാണ് കമ്പനി ബോർഡ് LGSന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിലബസ് അനുസരിച്ച് ഒരു 150 ദിവസങ്ങൾ കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഒരു ടൈം ടേബിൾ, ഒരു സ്റ്റഡി ടൈം ടേബിൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 150 ദിവസങ്ങൾ കൊണ്ട് കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് പഠിക്കാം. ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് പഠിക്കണം എന്നതിനോടൊപ്പം തന്നെ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ നോട്ടുകൾ റെഫർ ചെയ്യണം, ഏതൊക്കെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക, ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ 150 ദിവസങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള നോട്ടുകളും അതിൻ്റെ എക്സാം പാക്കുകളും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻട്രിയുടെ ഭാഗത്ത് നിന്ന് കിട്ടും. ആ ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലിങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിലൊരു ലിങ്ക് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിങ്ക് പല ഉദ്യോഗാർത്ഥികളും സംശയം ജനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ ലിങ്കിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ വീഡിയോയിലും കമന്റിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ ആ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്കും കമ്പനി ബോർഡ് LGSന്റെ നമ്മുടെ 150 ദിവസത്തെ സ്റ്റഡി ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. അതിന്റെ ഫ്രീ നോട്ട്സ് നിങ്ങൾക്ക്, അതുപോലെ തന്നെ എക്സാമിന്റെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ഈ വീഡിയോടൊപ്പവും അതുപോലെ തന്നെ 150 ദിവസത്തെ സ്റ്റഡി പ്ലാനൊപ്പം കിട്ടിയിട്ടുള്ള ഒരു ലിങ്ക്, സെയിം ലിങ്ക് തന്നെയാണ്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അവിടെ നിങ്ങളുടെ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക്, ഈ ഒരു വിൻഡോയിലേക്ക് നമ്മൾ വരും. അവിടെ നമ്മുടെ ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ നോട്ട്സും സ്റ്റഡി പ്ലാനും എക്സാമിൻ്റെ ലിങ്കും ഒക്കെ, ആ 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള എക്സാമിൻ്റെ ലിങ്കും ഒക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ളൊരു നീല നിറത്തിലുള്ള ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോട്ട് നമുക്ക് ഡൗൺലോഡ് ആയിട്ട് വരും. ഈ നോട്ട് ഡൗൺലോഡ് ആയിട്ട് വന്നു കഴിയുമ്പോൾ ആ നോട്ട്സിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പേജിൽ ശ്രദ്ധിക്കുക, ഈ ഡൗൺലോഡ് ചെയ്യുന്ന നോട്ടുകളുടെ ഏറ്റവും ഒടുവിലത്തെ പേജിലായിട്ട്
ആയിട്ട് എക്സാമിന്റെ ലിങ്ക് നമ്മുടെ എൻട്രി ആപ്പിലായിരിക്കും എക്സാം നടക്കുക. അപ്പോൾ ആ എക്സാമിലേക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഡൗൺലോഡ് ചെയ്യുന്ന നോട്ടിന്റെ ഏറ്റവും ഒടുവിലത്തെ പേജിലായിരിക്കും ഉണ്ടാവുക. അതും ശ്രദ്ധിക്കുക. അപ്പോൾ ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ 150 ദിവസത്തെ സ്റ്റഡി പ്ലാനും അതിന്റെ നോട്ട്സും അതിന്റെ എക്സാം പാക്കും ടെസ്റ്റ് സീരീസും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് കൂടി മനസ്സിലാക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ എൻട്രിയിലെ പുതിയ ബാച്ച് എന്ന് പറയുന്നത് ഒക്ടോബർ 20 തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തും പഠിക്കാവുന്നതാണ്. ഈ പറയുന്നത് പോലെ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആവാതെ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഒരു ക്രമീകൃതമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പഠനം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അസിസ്റ്റൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒക്ടോബർ 20 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ പുതിയ ബാച്ചിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈസി ആയിട്ട് പഠിച്ചു പോകാം. മറക്കണ്ട, അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കാത്തവരായിട്ട് അധികം ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ? നമ്മളൊക്കെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ്. സോ ഈസിലി ഒന്ന് നമ്മൾ മനസ്സ് വെച്ചാൽ, ഒന്ന് മെനക്കെട്ട് ഇറങ്ങിയാൽ നമുക്ക് കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ്. അപ്പോൾ അതിലേക്ക് എത്തപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നല്ല രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപേ നമ്മൾ പഠിച്ചു തുടങ്ങുക. എന്നാൽ മാത്രമേ നമ്മൾ ആ പരീക്ഷ എത്തുമ്പോഴേക്കും നമുക്ക് ആ സിലബസ് കവർ ചെയ്യാനും കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷാ ഹാളിലേക്ക് പോകാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രത്തോളം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, അത്രത്തോളം നിയമനങ്ങൾ നടക്കുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. എൻട്രിയുടെ എല്ലാ സഹായങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇനിയും കമ്പനി ബോർഡ് LGSുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഇപ്പം നമ്മൾ ബീവറേജസ് കോർപ്പറേഷൻ LDയും അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും പോലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഈ വർഷം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ കമൻറ്റിനൊക്കെ റിപ്ലൈ തരും. അതിനോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ വീഡിയോസും ഒക്കെ ഇനി അങ്ങോട്ട് വരുന്നുണ്ടാകും. അപ്പോൾ അത് അപ്ഡേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ എനേബിൾ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഡിസംബറിൽ നടക്കാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ക്ലാസ്സുകളും കമ്പനി ബോർഡ് LGSന് GK കൺഫ്യൂസിംഗ് ഫാക്ട്സിന്റെ ക്ലാസ്സുകൾ, പ്രദീപ് സാറിന്റെ സ്പെഷ്യൽ ക്ലാസ്സുകളും ഒക്കെ നമ്മൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ എനേബിൾ ചെയ്ത് വെക്കണം. കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങണം. സോ കമ്പനി ബോർഡ് LGS അല്ലെങ്കിൽ അതുപോലെ അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള പരീക്ഷകൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസും വിവരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്